ഹലോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ഈ ഒരു ഫോർമുല ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ ഈ ഒരു ഫോർമുല നോക്കിക്കേ. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി രണ്ട് ഫേസ്റ്റ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ ആണല്ലേ. എന്താ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിലെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എ അവിടെയുള്ള വേരിയബിൾ എക്സ് ആണ്. എക്സിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 1 ആണ്. എക്സ് പ്ലസ് ബിയിലും 1 ആണ്. അപ്പോൾ രണ്ട് ഫേസ്റ്റ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. കിട്ടിയ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണ്? 2 ആണല്ലേ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം 2 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ജനറലി നമുക്ക് എന്ത് പറയാം? രണ്ട് ഫേസ്റ്റ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം നോക്കിക്കോ. ഇവിടെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണല്ലേ. ഇനി ചിലപ്പോൾ നമുക്ക് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് വരാം അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്താകും? ഇക്വേഷൻ മാറും. അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ മാറും. അപ്പോൾ നിങ്ങൾ കുറേ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിന് പകരം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ സംഭവിക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ മൈനസ് എ പ്ലസ് ബി എന്താ കിട്ടുക? ബി മൈനസ് എ വരും അല്ലേ. അല്ലെങ്കിൽ എ പ്ലസ് മൈനസ് ബി എന്തായിരിക്കും? എ മൈനസ് ബി ആയിരിക്കും അല്ലേ. ഇനി ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവാണ് കിട്ടുക അല്ലേ. ഇനി രണ്ട് നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാ ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും അല്ലേ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 8 എന്താ വരിക? എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എയുടെ സ്ഥാനത്ത് 2 ആണ്, ബിയുടെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ 8 പ്ലസ് 2 10x പ്ലസ് എ ബി 8 ഇൻറ്റു 2 16 കിട്ടൂലേ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 നമുക്ക് പെട്ടെന്ന് പറയാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 7 പ്ലസ് 3 10x പ്ലസ് 7 ഇൻറ്റു 3 21 എന്ന് കിട്ടൂല്ലേ. ഇനി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3x വരും അല്ലേ. 2 പ്ലസ് 1 3x വരും പ്ലസ് 1 ഇൻറ്റു 2 2 കിട്ടും അല്ലേ. ഇവിടെ എല്ലാം നമുക്ക് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നുള്ളൊരു ഫോർമുല വന്നതല്ലേ. ഇനി നമുക്ക് സൈന് മാറി വരുമ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എന്താണ്? 4 പ്ലസ് മൈനസ് 1 എന്ന് വരും അല്ലേ. ഇൻറ്റു എക്സ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 എന്ന് വരും അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് മൈനസ് 1 എന്താ വരിക? 4 മൈനസ് 1 ആവും അല്ലേ. 4 മൈനസ് 1 3x പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 എന്താ? -4 ആണല്ലേ. -4. അപ്പോൾ ഈ പ്ലസ് എന്താകും? മൈനസ് ആകും അല്ലേ. -4 എന്ന് കിട്ടും. ഇനി
എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 1 ആണെങ്കിലോ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് -4 പ്ലസ് -1 ഇൻറ്റു എക്സ് പ്ലസ് -4 ഇൻറ്റു -1 എന്ന് വരും അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് -4 പ്ലസ് -1 എന്താ? -a പ്ലസ് -b എന്താ? -a പ്ലസ് b ആണല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? -4 പ്ലസ് 1 എന്ന് വരും അല്ലേ? ഇൻറ്റു എക്സ് പ്ലസ് -1 ഇൻറ്റു -4 ഇൻറ്റു -1 അപ്പോൾ +4 ആണല്ലേ? ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 4 എന്ന് കിട്ടും അല്ലേ? സോറി, പ്ലസ് അല്ല, മൈനസ്. എക്സ് സ്ക്വയർ പ്ലസ് മൈനസ്, അപ്പോൾ ഇവിടെ മൈനസ് ആവും. ഒന്നുകൂടെ നോക്കാം. എക്സ് സ്ക്വയർ ഇവിടെ പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ആവും. -5x പ്ലസ് 4. ഇവിടെ കൺഫ്യൂസ്ഡ് ആവരെ. എക്സ് സ്ക്വയർ -5x പ്ലസ് 4 എന്ന് കിട്ടും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ്, പേജ് 193 വരുന്ന പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം കേട്ടോ.